ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് 1.5 ലിറ്റർ പായസമാണ്. 1.5 ലിറ്റർ രണ്ടാമത് വെറും ഷോയ്ക്ക് വേണ്ടിയാ. ഇതിനകത്തോട് നോക്കൂ, 5 വെറൈറ്റീസ് ഓഫ് പായസം. ഇത് 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 എനിക്ക് അറിഞ്ഞുകൂടാ സത്യം പറഞ്ഞാൽ. അടപ്രഥമൻ, സേമിയ, വിജയ സ്പെഷ്യൽ, അത് അവിടുത്തെ സ്പെഷ്യലാണ്. പിന്നെ ഗോതമ്പ് നവരത്ന പായസം. ഇങ്ങനെ 5 വെറൈറ്റീസ് ഓഫ് പായസമാണ് നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത്. ഇവിടെ എല്ലാം ഏകദേശം 1/2 ലിറ്റർ വെച്ചാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. പക്ഷേ നമ്മളെല്ലാം കൂടെ ചേർത്ത് 1.5 ലിറ്റർ ആക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് പായസം ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ കളർ കണ്ടിട്ട് എന്ത് പായസമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ല ശർക്കരയുടെ മണമുണ്ട്. എന്ത് പായസവും നോക്കട്ടെ ഇതിനകത്ത്. ഇത് ഗോതമ്പ് പായസമോ അല്ലെങ്കിൽ നവരത്ന പായസമാണോ? നവരത്നയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതുവരെ നവരത്ന ഞാൻ കഴിച്ചിട്ടില്ല, നമുക്ക് ട്രൈ ചെയ്യാം. ഇതിൻ്റെ കളറ് കണ്ടോ? തൽക്കാലം ഇത്രയും മതി. നവരത്ന പായസം നമ്മൾ കഴിക്കാൻ പോവാണ്. അടിപൊളി, നല്ല മധുരമുണ്ട്. ഏത് പായസം ഇത്? എന്തോന്ന് അറിഞ്ഞൂടത്, പക്ഷെ അടിപൊളി ടേസ്റ്റ്. കൊള്ളാം. നവരത്നയ്ക്ക് ഞാനൊരു 5-ൽ ഒരു 3 മാർക്ക് കൊടുക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊന്ന് വെജിറ്റബിൾ കറിയോ? എന്തോ വെജിറ്റബിൾ കറി കണക്ക് ഇരിപ്പുണ്ട്. കുറേ കഷ്ണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നു ഇതാണ് അവിടുത്തെ സ്പെഷ്യൽ പായസം എന്ന് തോന്നുന്നു. കണ്ടോ, കടലയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇതെന്തോ വലിയ മുരിങ്ങയാണോ അത്? വി ആർ ട്രൈങ് സ്പെഷ്യൽ പായസം. കഞ്ഞിയാണോ അത്? കഞ്ഞിക്കകത്ത് കറിയുടെ ടേസ്റ്റ്. മിക്സഡ് ഫ്രൂട്ടാണോ? കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളും ഉണ്ട്. ഫ്രൂട്ട്സ് ആട്ടോ. അതുകൊണ്ട് ഇതൊന്നും മനസ്സിലാവുന്നില്ല. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ടെന്ന് തോന്നുന്നു. ഒരു പഞ്ചാമത് കഴിക്കുന്ന അതേ ടേസ്റ്റ് കണക്ക് ഉണ്ട്, പക്ഷേ കുറച്ചും കൂടെ ലൂസ്. പക്ഷെ അധികം കഴിക്കാൻ പറ്റില്ല, നല്ല മധുരമാണ്. ഇതിനൊരു 2/5 അത്രയും മതി. ഒരു വലിയ സുഖമൊന്നുമില്ല. സോ നെക്സ്റ്റ് വൺ ഈസ് ഇതാണ് അടപ്രഥമൻ എന്ന് തോന്നുന്നു കേട്ടോ. എനിക്കത് പാത്രത്തിലേക്ക് ആക്കാൻ കുറച്ച് മതി. അതിനുവെച്ചാൽ എല്ലാ ടേസ്റ്റും ഉണ്ട്. അടപ്രഥമൻ എനിക്കത് ഇഷ്ടമുള്ളൊരു പായസമാണ്. കൊള്ളാം, ഒന്നും പറയില്ല. ആദ്യം തന്നെ അടിപൊളി ടേസ്റ്റ്. ഒരു സദ്യ കഴിച്ചിട്ടാണ് ഇത് കുടിക്കുന്നതെങ്കിൽ മനസ്സ് നിറയും. ഒന്നും പറയില്ല. 4.5 ഔട്ട് ഓഫ് 10. കൊള്ളാം, പായസം കൊള്ളാം. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദിസ്? വീണ്ടും കടലക്കറിയോ? ഇതും കുറേ വെജിറ്റബിൾസ് അരിഞ്ഞിട്ടൊക്കെ നമുക്ക് ഉണ്ട് കേട്ടോ. ഗോതമ്പ് പായസം എന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് ഗോതമ്പ് പായസം. ട്രൈ ചെയ്യാം. ഗോതമ്പ് എന്ത് ചെയ്തു? എന്തോ നോക്കട്ടെ. ഇതിനകത്ത് മറ്റേ സേമിയക്കകത്ത് കിടക്കുന്ന കണക്ക് മറ്റേ ആ ഒരു നൂലില്ലേ, ആ സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇതാ നവരത്ന പായസം എന്ന് തോന്നുന്നു അല്ലേ? നവരത്ന എന്ന് വെച്ചാൽ 9 അല്ലേ? അതല്ലേ 9 ഫ്രൂട്ട്സും കാര്യങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. മുന്തിരി ഉണ്ട്, കാഷ്യൂ ഉണ്ട്, പിന്നെ ഇത് മറ്റേ എന്തെന്ന് പറയുന്നത്, ഡേറ്റ്സ് ഈന്തപ്പഴം ഉണ്ട്, പിന്നെ എന്തൊക്കെയോ ഉണ്ട്. നവരത്ന കൊള്ളാം. സേമിയുടെ അത്രയും വരത്തില്ല. ഇത്രയും പായസം ഞാൻ ട്രൈ ചെയ്തതുകൊണ്ട് എൻ്റെ ടേസ്റ്റ് ബഡ്സ് എല്ലാം ഞാൻ ഭയങ്കര മധുരം റെസ്പോൺസ് കാണിക്കുന്നതായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത് ഭയങ്കര മധുരമായിട്ട് തോന്നുന്നത്. പക്ഷെ കൊള്ളാം. ഇത് നമുക്കൊരു 3.5 ഔട്ട് ഓഫ് 5 കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആൻഡ് വൺ ഓഫ് മൈ ഫേവറേറ്റ്, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണ് ആ ഇരിക്കുന്ന സാധനം. ഇതിൻ്റെ കളർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സേമിയ. ഏറ്റവും ഇഷ്ടമാണ് സേമിയ പപ്പടം കൂട്ടി കഴിക്കണം. എന്നാ ടേസ്റ്റാന്ന് അറിയാം. ടേസ്റ്റ് ചെയ്യാൻ വായിൽ വെള്ളമൊക്കെ വന്നു തുടങ്ങി കണ്ടിട്ട്. ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കട്ടെ ആദ്യം.
5/5. ആദ്യം തന്നെ ഞാൻ റേറ്റിംഗ് കൊടുത്ത്. ഒന്നാമത്തെ കാര്യം എനിക്ക് സേമിയ ഭയങ്കര ഇഷ്ടമാണ്. രണ്ടാമത്തെ കാര്യം ഇത് അടിപൊളിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നമാർ അതിനകത്ത് മറ്റേ മിൽക്ക് മെയ്ഡൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിക്ക് അതിൻ്റെയൊക്കെ നല്ല ടേസ്റ്റ് അറിയുന്നുണ്ട്. നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പായസം ഏതാണ് കമൻറ്റ് ചെയ്യുക. എനിക്ക് സേമിയ ഇഷ്ടം. അത് കഴിഞ്ഞിട്ടുള്ള എനിക്ക് വേറെ ഏത് പായസമാണെങ്കിൽ പോലും. സോ നമുക്ക് സേമിയക്കകത്ത് പപ്പടം ഇട്ടൊരു പിടിപിടിക്കാം. ഈ പഴം ഇടുന്നവരോട് വലിയ താല്പര്യമില്ല. പപ്പടം ഇട്ടൊന്ന് പിടിച്ചു നോക്കാം. ഇത് കൈ കൊണ്ടാണ് കഴിക്കണ്ടേ. നല്ല ക്രീമി ടെക്സ്ചറിനകത്ത് നല്ല ക്രഞ്ചി സാധനം കിട്ടും ഇതിനോട്. ഒന്നും പറയില്ല. നമുക്ക് വേറൊരു പരിപാടി ചെയ്യാം. നമുക്ക് ഈ 5 പായസത്തോടെ മിക്സ് ചെയ്ത് അടുത്തത് കഴിച്ചു നോക്കാം. കുറച്ച് സേമിയ എടുത്തിട്ട് ഇതെന്തോന്ന് അറിഞ്ഞോടാ, ഇതൊന്ന് മിക്സഡ് ആണെന്ന് തോന്നുന്നു. മറ്റേ അവിടുത്തെ സ്പെഷ്യൽ സാധനം ഒരു സ്പൂൺ മതി. അല്ലെങ്കിൽ എല്ലാം കൂടെ അടപ്രഥമൻ 1 സ്പൂൺ ഇട്ട്. ഇതെന്തോ ഇത് എന്തോന്ന് അറിഞ്ഞുകൂടാത്ത ഈ സാധനം 1 സ്പൂൺ ഇട്ട്. ഇത് ഗോതമ്പ് 1 സ്പൂൺ ഇട്ട്. മറ്റേ നവരത്ന പായസം 1 സ്പൂൺ ഇട്ട്. എന്താവുമെന്ന് എനിക്കൊരു പിടുത്തവുമില്ല. നമുക്കത് മിക്സ് ചെയ്യാം. ഇങ്ങനെ എല്ലാം കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യും. എന്തൊക്കെയോ കളറാവുന്നുണ്ട്. എന്തായാലും വയറ്റിൽ ചെന്നെല്ലാം മിക്സ് ചെയ്യാനുള്ളതല്ലേ, അതാണ് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് കഴിക്കുന്നു. പായസം മിക്സ്, ഇതാണല്ലേ പായസം മിക്സ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പായസം എല്ലാം കൂടെ 5 പായസം മിക്സ് ചെയ്തിട്ട് നമ്മളൊരു കഴിപ്പ് കഴിക്കാൻ പോവാണ്. ഓക്കെ, റെഡി? 1 2 3. കഷ്ണമൊക്കെ ഉണ്ടല്ലോ. തലയ്ക്ക് പിടിച്ച് പഞ്ചസാര പറക്കി തിന്നുന്ന കൊണ്ട് എന്തൊരു മധുരമാണ്. പക്ഷെ കൊള്ളാം കേട്ടോ. നവരത്ന പായസം സഹിക്കാൻ പറ്റാത്തത്. അതിനകത്ത് മറ്റേ ഈന്തപ്പഴമൊക്കെ ഉണ്ട്. അതിൻ്റെ മധുരം ഇറ്റ്സ് അൺസൈക്കബിൾ. നമുക്കങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഫിനിഷ് ചെയ്ത് തുടങ്ങാം. ഏറ്റവും പാടുള്ളത് തന്നെ തുടങ്ങാം. നവരത്ന ഓയിൽ. ആണ്ടവാ, നവരത്ന ഈസ് വെരി ഹാർഡ്. അങ്ങനെ 1 down 4 more to go. അടുത്തത് എനിക്ക് തോന്നുന്നത് ഗോതമ്പിൻ്റെ പായസം കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ളത്. നമുക്ക് ഹാർഡായിട്ടുള്ള എല്ലാം തീർക്കാം. ഭയങ്കര മധുരം. ഇത്ര മധുരവും. ഇതെങ്ങനെ തിന്നുമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. അയ്യോ, ഒരു തണ്ണാക്കി കമത്താൻ പോവാ. ഇവനേ എനിക്ക് എന്തിൻ്റെ ആവശ്യമായിരുന്നു ഇത്രയും പായസം ചലഞ്ച്? ആരാണ്ട് കമൻറ്റിൽ പറഞ്ഞ പായസം ചലഞ്ച് ചെയ്യാൻ, അത് കണ്ടിട്ടാണ് ഞാനിത് ചെയ്തത്. ഞാനിപ്പോൾ അവനെ സ്മരിക്കുന്നു. അങ്ങനെ അടുത്ത പായസവും നമ്മൾ തീർത്തിരിക്കുന്നു. അടുത്തത് ഈ വെജിറ്റബിൾ കറി കണക്കിരിക്കുന്ന സാമ്പാർ. പായസം മണം അടിക്കുമ്പോൾ തന്നെ തല പെരുക്കുന്നു. അവരുടെ ഒരു പായസം മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഉള്ള മധുരയിൽ അവിടെ മുക്കി തന്നേക്കോ. പായസം വേണ്ട എനിക്ക്. അവൾ വേണ്ട. ഇത് രണ്ടും നമുക്ക് കുടിച്ച് ചേർക്കാം. അത് മിക്കവാറും ഞാൻ ലാസ്റ്റ് ഗിവ് അപ്പ് ചെയ്യും. മിക്കവാറും
അടപ്രഥമൻ അടുത്തത്. ഇതിലാണ് നമുക്ക് തീർക്കാൻ പോകുന്നത്. അടപ്രഥമൻ എനിക്ക് ഇഷ്ടമുള്ളൊരു പായസമാണ്. ഇത് കുടിക്കാൻ പറ്റും, യൂസ് ചെയ്യാം. ഉണ്ടോ? എനിക്ക് വലിയ റിയാക്ഷൻ ഒന്നുമില്ല. കാരണം ഞാൻ ഈ ഓണത്തിന് സദ്യയുടെ കൂടെ പായസം കുടിക്കത്തില്ല. കാര്യം വെച്ചാൽ അത്രയും ഞാൻ വെറുത്ത് ഈ പായസമൊക്കെ. സേമിയ പായസം മടുക്കത്തില്ല. എനിക്കൊരു തലവേദന എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മധുരം ഓവറായിട്ട് എന്നിട്ടാണെന്ന് അറിഞ്ഞുകൂടാ. കുഴപ്പമില്ല. സേമിയ പായസം ഞാൻ തീർത്തു. സിമ്പിൾ. പക്ഷേ ഇത് ഞാനിനി കുടിക്കണോ വേണ്ടയോ എന്ന് ആലോചിക്കുക. ഇത് കുടിച്ചാൽ മിക്കവാറും ഞാൻ വാൾ വെക്കാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് കുടിക്കണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ചലഞ്ചായി പോയില്ലയോ, നമുക്ക് വൺ ലാസ്റ്റ് ട്രൈയും കൂടെ നോക്കാം. ഇത് കുടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അയ്യോ കഥ പറഞ്ഞു എൻ്റെ പൊറ്റടിക്കുക. അയ്യോ എനിക്ക് ഇത് കുടിക്കാൻ. ഇത് ഒരു കവളും കൂടെ കൊണ്ടേ ഉള്ളു. പക്ഷേ ആ കവള് കുടിച്ചാൽ ഞാൻ തീരും. അയ്യോ കുറച്ചും കൂടെ ഉള്ളു. ഒറ്റ കവള് തീർത്ത് കഴിഞ്ഞാൽ തീർന്ന്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ തോക്കുന്നത് കാണാൻ ഇഷ്ടമല്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ലാസ്റ്റ് സിപ്പും കൂടെ കുടിക്കാൻ പോവാം. ഇതിൽ വാളി വെച്ചാലും ഇല്ലെങ്കിലും ഞാനത് കുടിക്കാൻ പോവാം. നോക്കി നിൽക്കാതെ ഇതിനൊരു ലൈക്ക് അമർത്തു. ഞാൻ ലാസ്റ്റത്തെ പായസവും അങ്ങനെ ലാസ്റ്റത്തെ പായസവും നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങളിതുവരെ പോയില്ലേ? എന്നാൽ പിന്നെ ഈ കാണുന്ന വീഡിയോ കണ്ടിട്ട് പോകും. ഓക്കെ.